ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫോക്കസ് നമ്മളുടെ കാര്യത്തിനാവുന്നതിന് പകരം ഫോക്കസ് മറ്റുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, അതും ഒരു തരത്തിലുള്ള ഫോക്കസാണ്. ഈസ് ഇറ്റ് എ പ്രൊഡക്റ്റീവ് ഫോക്കസ് ഓർ എ നോൺ പ്രൊഡക്റ്റീവ് ഫോക്കസ്? ഇറ്റ്സ് എ നോൺ പ്രൊഡക്റ്റീവ് ഫോക്കസ്. മറ്റൊരാളുടെ പുറകിൽ ഇപ്പം നമ്മൾ പ്രൊഫഷണലി അയാളൊരു സ്പൈ ആണെന്ന് വിചാരിക്കുക, പോലീസിൻ്റെ ഒരു ചാരൻ, ഏതെങ്കിലും മൊസാദോ അങ്ങനത്തെ ഒരു ഏജൻസി ആണെങ്കിൽ അയാൾക്ക് ശമ്പളം കിട്ടും. അയാൾ ജീവിതം വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് കഴിയും. സോ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഫോക്കസ് തന്നെ മറ്റുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എൻക്വയറി കമ്മീഷൻ ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലാണ്. അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ഡിറ്റക്റ്റീവ്സ്, അതേപോലെ അങ്ങനെയുള്ള ആളുകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യം. ദേ ആർ നോട്ട് ഫോക്കസിങ് അവരുടെ കാര്യം. പക്ഷെ അവരതിൽ ഫോക്കസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കാര്യമാണത്. എൻഡ് റിസൾട്ടായിട്ട് അവർക്ക് സാലറി കിട്ടും. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് അത് സക്സസ് ആക്കി കൊടുത്താൽ മാത്രമാണ് അവർക്ക് അതിനകത്ത് ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് സാലറി ലഭ്യമാവുന്നത്. സോ അവരുടെ ഓൺ ലൈഫിന് വളരെ ഗുണപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്തും, നമ്മുടെ വീട്ടിലും അയൽപക്കത്തൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും. ദേ ആർ ഫോക്കസിങ് ഇൻ അതേഴ്സ് ലൈഫ് ആൻഡ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്. അതിന് അവർക്കൊന്നും കിട്ടൂല. അപ്പോൾ അങ്ങനെയുള്ള നാട്ടുകൂട്ടങ്ങൾ നമുക്ക് അയൽക്കൂട്ടത്തിൽ, കുടുംബശ്രീൻ്റെയും അയൽക്കൂട്ടത്തിലെയും ഒന്നും കുറ്റം പറയാനോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ സംഘങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അവിടെ ഇരുന്ന് നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് ചിന്തിക്കണം, അതിനായിരിക്കണം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അതിനായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് എന്ന ഫോക്കസിനപ്പുറത്തേക്ക് മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, മറ്റുള്ളവരുടെ രീതി എന്താണ്, ഇതിനെ ഒബ്സർവ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിനെ തലമുടി കീറി മുറിച്ചതുപോലെ വലിയ ശാസ്ത്രജ്ഞനാവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ ഒന്നും ആരും അടക്കാതെ, ഒരു ശമ്പളവും എവിടെ നിന്നും കിട്ടാതെ, ഒന്നിനും പറ്റാതെ ഇല്ലാതെ ആയി പോകുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പുറകിൽ സൈക്കിൾ എടുത്തു കൂടി ജീവിതം ഒന്നിനും പറ്റാതാവുന്ന അവസ്ഥ നമ്മൾ സൃഷ്ടി ആലോചിച്ച് നോക്കേണ്ടത്. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിനെ തന്നെ ഇഷ്ടം പോലെ സമയം ആവശ്യമാണ്. 1440 മിനിറ്റ് തന്നെ ഒരു ദിവസമുണ്ട്. അത് തികയത്തില്ല ഒരാൾക്ക്. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അൺപെയ്ഡ് ആയിട്ട് ഫോക്കസ് ആയിട്ട് നടക്കുന്ന എത്ര ആളുകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്രോത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ വേറെ ആരും ഉണ്ടാക്കിയെടുക്കില്ല എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. യു ഹാവ് ടു റിയലൈസ് ദാറ്റ് നോ വൺ ഈസ് ഗോയിങ് ടു മേക്ക് യു ഗ്രോൺ. അതൊരു വലിയ ഒരു തിരിച്ചറിവാണ്. അപ്പോൾ റിയലൈസേഷൻ്റെ ഭാഗത്തു നിന്നാണ് എൻ്റെ ഫോക്കസ് തകരാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ ഫോക്കസ് ഐ ആം മെയിൻറ്റെയിനിങ്. ഇൻസ്റ്റെഡ് ഐ ഹാവ് ടു കം ബാക്ക് ടു ഫോക്കസ് മീ. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഏരിയയിലും, ഹെൽത്തിൻ്റെ ഏരിയയിലും, ഫിനാൻസിൻ്റെ ഏരിയയിലും, ഫാമിലിൻ്റെ ഏരിയയിലും, സൊസൈറ്റിയുടെ ഏരിയയിലും, സെൽഫ് ലേണിങ്ങിൻ്റെ ഏരിയയിലുമൊക്കെ ഫോക്കസ് ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പോൾ സെൽഫ് ലേണിംഗ് ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1440 മിനിറ്റിൽ 10 മിനിറ്റെങ്കിലും സെൽഫ് ലേണിങ്ങിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുക. സെൽഫ് ലേണിങ്ങിന് വേണ്ടി മറ്റുള്ളവരെ ലേൺ ചെയ്യാൻ വേണ്ടി 1440 മിനിറ്റും അലോക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്. അത് ഉഷാറാ. സെൽഫ് ലേണിങ്ങിന് വേണ്ടി ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വായിക്കണം, അല്ലെങ്കിൽ ഒരു പേജ് വായിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വായന എനിക്ക് തീരെ ഇഷ്ടമല്ല. കേൾക്കൽ അത് തീരെ ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടിരുന്നത് കറക്റ്റായിട്ടൊന്ന് എഴുതിയെടുത്തിരുന്ന് പഠിച്ചുകൂടെ? അതൊക്കെ ഇപ്പോൾ നടക്കുമോ? ഇപ്പം എത്ര പ്രായമായി? പിന്നെ എന്ത് പറ്റും എന്നല്ല പറയുക. എങ്ങനെ, എവിടെ നിന്ന് ഫോക്കസ് ചെയ്യും, എന്ത് സെൽഫ് ലേൺ ചെയ്യും? എല്ലായിടത്തും
ഇഷ്ടമല്ല, പറ്റില്ല, കഴിയില്ല, ഫിക്സഡ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ അഹംഭാവം. ഏതാണ്? ഫുൾ ബോട്ടിൽ ആറ്റിറ്റ്യൂഡ്. എനിക്കെല്ലാം അറിയാം, നിറഞ്ഞ് കവിഞ്ഞ് ക്ലിയർ ആയിട്ടിരിക്കണം, നോട്ട് റെഡി ടു റിസീവ് എനിത്തിങ്. സി, ഇവിടെയാണ് ലേണിംഗ് ആറ്റിറ്റ്യൂഡിൽ ശരിക്കും നമ്മളുടെ ഫോക്കസ്, നമ്മളെ ലേൺ ചെയ്യാനും നമ്മളെ ഡെവലപ്പ് ചെയ്യാനും. നമുക്ക് വായിച്ചേ പറ്റൂ, നമുക്ക് പഠിച്ചേ പറ്റൂ. കാരണം മറ്റൊരാൾ വായിച്ചാൽ അവനവൻ ലേൺഡ് ആവില്ല, മറ്റൊരാൾ പോയി കേട്ടിരുന്നാൽ അവനവൻ ലേൺഡ് ആവില്ല. സി, there were people, അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു. ഗുരുക്കന്മാരുടെ മുമ്പിൽ സംഘം ചേർന്ന് പോകാൻ സാധിക്കാത്തപ്പോൾ കൂട്ടുകാരെ പറഞ്ഞു വിട്ട് പിറ്റേന്ന് അവരിൽ നിന്ന് കേട്ട് അവർക്ക് വേണ്ടി ജോലിക്ക് പോയി, തിരിച്ച് മറ്റവൻ ജോലിക്ക് പോയി. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സൊസൈറ്റീസും ആളുകളും വലിയ ആ, ഗുരുസ്ഥാനത്തുള്ള ആളുകളുടെ പുറകിൽ പോയിരുന്ന ശിഷ്യന്മാർ ഇഷ്ടം പോലെ വിശിഷ്ടരായ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നൗ എ ഡേയ്സ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പനിങ്. അങ്ങനെ സംഭവിക്കുന്നതിനല്ല. സോ ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് അതേഴ്സ്. അപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ഭൂതക്കണ്ണാടി അവിടെ നിന്നൊക്കെ തിരിച്ച് നമ്മളുടെ ദേഹത്തേക്ക് തിരിച്ചു വെക്കാൻ പറ്റിയാൽ അന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിൻ്റെ 1-ാം തീയതി ആയിരിക്കും. ആ കണ്ണട, മറ്റുള്ളവരെ നോക്കാൻ കാണിക്കുന്ന ആ കണ്ണട പൊട്ടിച്ച് തൊട്ടടുത്ത വേസ്റ്റ് തള്ളുന്ന ആറ്റിൽ പൊടിച്ചു വലിച്ചെറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയും നന്നാവാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ തിരിച്ചു വരേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. അതിനനുസൃതമായിട്ടുള്ളൊരു തിരിച്ചുപോക്ക് അവനവൻ്റെ ഗ്രോത്തിന് ആവശ്യമാണ്. സി, ഇത് പലപ്പോഴും ഫോക്കസിൽ അപകടങ്ങൾ പറ്റുന്നതാണ്. സി, താഴോട്ട് നോക്കി തന്നെ നടന്നു നോക്കും നിങ്ങൾ, നിങ്ങളുടെ കണ്ണ് ഒരുപാട് പിക്ചർ എടുക്കില്ല. താഴോട്ട് നോക്കി നടന്നാൽ ഒരുപാട് പിക്ചർ, എനിക്ക് തോന്നുന്നു ഒരു മില്യൺ കണക്കിന് പിക്ചേഴ്സ് നിങ്ങളുടെ കണ്ണിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. എന്താണ് അഡ്വാൻറ്റേജ്? അവനവൻ്റെ കയ്യിലുള്ള തോട്ടിനകത്തുള്ള തോട്ട് സോണിൽ അവനവൻ്റെ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് എബിലിറ്റി ഗ്രോ ചെയ്യുകയും തൻ്റെ കയ്യിലുള്ള മനസ്സിലുള്ള അറിവിനെ ചിന്താപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിന് പകരം കണ്ണിങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മുമ്പോട്ടും അവിടേക്കും ഇവിടേക്കും നോക്കി 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 നടന്ന് സകലമാന മെഗാ പിക്സൽ പിക്ചറുകളും വീഡിയോകളും പകർത്തി അതിനെക്കുറിച്ച് മുഴുവൻ ചിന്തിച്ച് ആലോചിച്ച് ഇതിങ്ങനെ പറഞ്ഞ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. പുള്ളി ഏത് സമയത്തും ഡ്രൈവ് ചെയ്യുന്ന, അയാൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ, ഇയാൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അയാൾ ഇങ്ങനെ കയറി. ഞാൻ പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ആളുകളെ കുറിച്ച് ചിന്തിക്കാനും ആളുകൾ കയറി ചെയ്ത് ഒബ്സർവ് ചെയ്യാനും. സി, ലെറ്റ് പീപ്പിൾ ഡൂ ദാറ്റ്, ദാറ്റ്സ് അബൌട്ട് ദം. അത് അവരുടേതാണ്, അത് അവർ ചെയ്തോട്ടെ. വൈ കാൻറ്റ് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്? നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ആവാൻ ശ്രദ്ധിക്കുക. അത് പറയാന്നുള്ള വേർഡ് സോണിലേക്ക് തന്നെ വരാൻ പാടില്ല. തോട്ട് സോണിൽ സീരിയസ് ആയതുകൊണ്ടാണ് അത് വേർഡ് സോണിലൊക്കെ തൊട്ടടുത്ത ആൾക്ക് ഷെയർ ചെയ്തത്. അതുകൊണ്ട് തോട്ട് സോണിൽ പോലും മറ്റാൾ എന്ത് ചെയ്തു എന്നുള്ളത് വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളുടെ ഡിസ്ട്രാക്ഷൻ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാണ് മറ്റയാൾ എന്താ ചെയ്യണമെന്നുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് തോട്ട് സോൺ ഇത്രയും ഭയങ്കര ദേഷ്യത്തോടു കൂടി, ഇത്രയും ഭയങ്കര വികാരത്തോടു കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിൻ്റെ വികാര പ്രകടനങ്ങളാണ് വാക്കിലൂടെ. എന്നാലും നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല, നീ ഇവിടെ ഇരിക്കുക 5 മിനിറ്റ്, ഒരു കാര്യം പറയാൻ കുറേ ദിവസമായിട്ട് എന്നെ കൊണ്ടു നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങനെ ചിന്തിച്ച് വളരെ കണക്ക് കൂട്ടി അടുത്ത ആളോട് പറയാൻ വേണ്ടി നടക്കുന്ന ദുരന്തപൂർണമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോയി തിരിച്ചു വന്ന് അവനവനെ കുറിച്ചുള്ള ലേണിങ്ങിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയെങ്കിൽ we can grow, we can focus. So try to change the camera to ourselves. Wishing you all the very best. Have a great day and God bless. Thank you so much and love you all.